അടിപൊളി കേട്ടോ. നല്ല സോഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസായിട്ട് നമ്മളേ എന്താ പറയുക, അത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം, നല്ല മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞാലും എനിക്ക് അറിഞ്ഞൂടാ, അത്രയും നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നുറുങ്ങി ഞങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു തരും, ഒരു ഒട്ടല അങ്ങനെയല്ലേ. ഇതിൻ്റെ പ്രത്യേകത മെയിനായിട്ട് പ്രത്യേകത ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പോകില്ല. പക്ഷേ ശ്രുതി അത് കോളാക്കിയിട്ടുണ്ട്. ഇത് മറ്റേ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ട് പൊൻകതിരിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിരുന്നു, 2 മിനിറ്റ് ആയിരുന്നു അതിൻ്റെ പരിപാടി. പക്ഷേ അത് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഓക്കെ ആയി വരും, അടിപൊളിയാണ്. പക്ഷേ നമ്മളെ ജസ്റ്റ് ഇങ്ങനെ കുലുക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത് വരും. അപ്പോൾ ശ്രദ്ധിച്ച് എടുത്ത് ഓരോന്ന് വെച്ചിട്ട് ഓരോ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ പൊൻകതിരിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ, നമ്മൾ ഇന്ന് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. നമ്മളിത് തയ്യാറാക്കാനുള്ള പരിപാടിയാണ് ഇത്. തുറക്കുന്നത് ഇങ്ങനെയാണ് സംഭവം തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഡീസൻ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല 15 പീസാണ് തന്നെ നമുക്ക് ആവശ്യത്തിന്. എത്ര എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. അതേപോലെ തന്നെ മുങ്ങിക്കിടക്കുന്ന ലെവൽ വെക്കണം. അതേപോലെ തന്നെ അതിനകത്ത് ഉപ്പും കലക്കണം കേട്ടോ. ഉപ്പും കൂടി കലക്കിയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നാണ് പറഞ്ഞത്. വെള്ളം തെറിച്ചില്ല. എന്നിട്ട് ഇളക്കി നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ, നൈസായിട്ട് ഇങ്ങനെ തിരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അപ്പോൾ അത് ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 6 പീസ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 6 പീസിന് നമ്മൾ ഇതിനകത്തോട്ട് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ 6 പീസ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ 6 പീസ് അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ലെവലിലാണ് പറഞ്ഞത്. അതിന് ശേഷം നമുക്കത് തിളയ്ക്കാൻ നിൽക്കണ്ട. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു 2 മിനിറ്റോളം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ നമുക്കങ്ങോട്ട് മറിഞ്ഞ് മേത്ത് വീണാണ് കഴിഞ്ഞാക്കാം. വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചെടുക്കുന്നതിലേ പക്ഷെ ഇത്തിരി ഇതായിട്ടുണ്ട്. അങ്ങനെയൊന്ന് നോക്കട്ടെ. തെറ്റിപ്പോണ്ടിട്ടത് ലോഡ് അവിടെ വന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. എങ്ങനെയാണ് നമുക്ക് നോക്കാം. കുറച്ച് നേരം കഴിയട്ടെ. പിന്നെ ബാക്കി കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരിക്കണം. കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് വെള്ളം ഒന്ന് വലിഞ്ഞ് പോയിക്കോട്ടെ. അപ്പോൾ ശരിയാവും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് എടുക്കണം. നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തത് അത് കാരണമാണ് ഇതേപോലെ ലൂസായി പോയത്. പെർമിസലി പോലെ അങ്ങോട്ട് ലൂസായി പോയി. അപ്പോൾ ഇത് 2 കാര്യത്തിനും എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഒരു അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 2 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തത് ലൂസാവാൻ വേണ്ടിയല്ല, ഒതുക്കാൻ വേണ്ടി. പക്ഷെ അതിങ്ങനെ അഴിഞ്ഞു പോയി അതിൻ്റെ കെട്ടുകളൊക്കെ. തേങ്ങാപ്പാലാണ് ഉപയോഗിക്കാനായിട്ടാ. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. അടിപൊളി കേട്ടോ.